കടലിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതായി 11ാം നാൾ പ്രതിഷേധം തണുപ്പിക്കാൻ മുഖ്യമന്ത്രിയും മന്ത്രിമാരും. നീണ്ടകരയിലെ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും മന്ത്രി ഷിബു ബേബി ജോണും എത്തി. മനുഷ്യസാധ്യമായതെല്ലാം ചെയ്തെന്ന് ആവർത്തിച്ച മുഖ്യമന്ത്രി കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അറിയില്ല. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളുടെ വിമർശനത്തിൽ തെറ്റ് കാണുന്നില്ല. കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടവരുടെ വൈകാരികത മനസ്സിലാക്കുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഈ കുടുംബത്തിനുണ്ടായ നഷ്ടം അത് തീർച്ചയായും എല്ലാ രീതിയിലും ഒരു സർക്കാരിന് സാധ്യമായ തരത്തിലെല്ലാം ഈ കുടുംബങ്ങളെ സർക്കാർ സഹായിക്കും. അതെല്ലാം അവരുടെ വികാരം നമ്മൾ ഉൾക്കൊള്ളുന്നു. കുടുംബത്തിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. വിവരങ്ങളുമായി കൊല്ലത്തു നിന്നും ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, 11 ദിവസം കഴിഞ്ഞിട്ടാണ് മുഖ്യമന്ത്രി അപകട സ്ഥലത്തെത്തുന്നത്. അതിനുള്ള എല്ലാ പ്രതിഷേധങ്ങളും അവിടെയുള്ള ആളുകൾക്കുണ്ട്. മുഖ്യമന്ത്രിയെ അത് അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഇപ്പോൾ സംസാരിച്ചത് നമ്മൾ കേട്ടു. എന്താണ് അവിടെ സംഭവിച്ചിരുന്നത്? മുഖ്യമന്ത്രി കുടുംബത്തോടൊപ്പം എന്തൊക്കെയാണ് സംസാരിച്ചിരുന്നത്? മുഖ്യമന്ത്രിക്ക് ഇന്ന് കൊല്ലത്ത് നിരവധി പരിപാടികളുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അമൃതപുരിയിലേക്ക് പോകും വഴിയാണ് നീണ്ടകരയിലേക്ക് ഗൗതമിന്റെ വീട്ടിലേക്ക് എത്തിയത്. 12:30 മന്ത്രി ഷിബു ബേബി ജോണുമായിട്ടാണ് രേഷ്മയെ കാണാൻ അവിടേക്ക് എത്തിയത്. കുടുംബാംഗങ്ങളെ മുഖ്യമന്ത്രി ആശ്വസിപ്പിച്ചു. അവർ ചില ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്തു. ആവശ്യങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്ന് മുഖ്യമന്ത്രി അവർക്ക് ഉറപ്പ് നൽകുകയും ചെയ്തു. ശേഷമാണ് മാധ്യമപ്രവർത്തകരെ കണ്ടത്. ഒരിക്കലും പാടില്ലാത്ത ദുരന്തമാണ് ഗൗതമിന്റെ കുടുംബത്തിന് ഉണ്ടായിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഒരു കാലത്ത് നടക്കാത്ത വിധത്തിലുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മാത്രമാണ് തിരച്ചിൽ നിർത്തിവെച്ചത്. ബാക്കിയുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടന്നിട്ടുണ്ട്. ഇപ്പോൾ നേവി അടക്കം തിരച്ചിൽ പങ്കാളികളാകുന്നു. അങ്ങനെ എല്ലാ സംവിധാനങ്ങളെയും ഏകോപിപ്പിച്ചുള്ള തിരച്ചിലാണ് നിലവിൽ നടന്നു വരുന്നതെന്ന് മുഖ്യമന്ത്രി കുടുംബത്തെ അറിയിച്ചു. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ കൂടി ഉൾപ്പെടുത്തി ഒരു SOP തയ്യാറാക്കും. തിരച്ചിലുമായി ബന്ധപ്പെട്ട ഒരു SOP തയ്യാറാക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ കോസ്റ്റൽ പോലീസിന്റെ നവീകരണം, അതുപോലെ കടലിൽ കാണാതായ ജോണിന്റെ മകളുടെ വികാരത്തെ മാനിക്കുമെന്ന് അദ്ദേഹം പറയുന്നു. ശരി, എന്തായാലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഗൗതമിന്റെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ടിരിക്കുകയാണ്.